ശിരൂരിൽ രക്ഷാപ്രവർത്തനത്തിൽ കർണാടക സർക്കാർ അലംഭാവം കാണിക്കുന്നതായി അർജുന്റെ കുടുംബം. പ്രതിഷേധവുമായി അച്ഛനും അമ്മയും ഭാര്യയും കുഞ്ഞും ശിരൂരിലേക്ക് യാത്ര തിരിക്കും. തിരച്ചിൽ പുനരാരംഭിച്ചില്ല എങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും കുടുംബം ജനം ടിവിയോട് പറഞ്ഞു. ശിരൂരിൽ അർജുനെ കാണാതായി 1 മാസമാവുമ്പോഴും തിരച്ചിൽ തുടരാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമാക്കാൻ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ശിരൂരിലെത്തി അവിടെ പ്രതിഷേധിക്കാനാണ് തീരുമാനം. അർജുന്റെ അച്ഛനും അമ്മയും ഭാര്യയും കുഞ്ഞും ഉടൻ ശിരൂരിലേക്ക് പോകും. കർണാടക സർക്കാർ അലംഭാവം തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് സഹോദരി ഭർത്താവ് ജിതിൻ ജനം ടിവിയോട് പറഞ്ഞു. 4 ദിവസത്തേക്ക് ടെമ്പററി ആയിട്ട് നിർത്തുന്നു, ഡ്രഡ്ജർ എത്തുന്ന സമയം വേണ്ടി നിർത്തുന്നു എന്നുള്ള ആ ഒരു ഉറപ്പിന്മേലാണ് നമ്മൾ എല്ലാവരും പോകുന്നത്. അതിനുശേഷം തികച്ചും അലംഭാവമാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ ഇനിയും ഈ അലംഭാവമാണ് തുടരുന്നെങ്കിൽ ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് അവിടെ പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. 2 ദിവസം കൊണ്ട് അവിടെ പോകും, ഫുൾ ഫാമിലി അങ്ങ് പോകും. കാലാവസ്ഥ അനുകൂലമായാൽ തിരച്ചിൽ തുടരുമെന്നാണ് ജില്ലാ കളക്ടറും ജില്ലാ ഭരണകൂടവും അറിയിച്ചത്. മഴയും അടിയൊഴുക്കും കുറഞ്ഞിട്ടും പുനരാരംഭിച്ചിട്ടില്ല. 4 ദിവസത്തേക്ക് താൽക്കാലികമായി തിരച്ചിൽ അവസാനിപ്പിക്കുന്നുവെന്ന് പറഞ്ഞതുകൊണ്ടാണ് ശിരൂരിൽ നിന്ന് മടങ്ങിയത്. പ്രാദേശിക മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപ്പയും സംഘവും പരിശോധന നടത്തിയത് ആവശ്യപ്പെട്ടതനുസരിച്ചല്ല. സ്വമേധയാണ് പരിശോധന നടത്തിയത്. അനുകൂല കാലാവസ്ഥയായിട്ടും രക്ഷാപ്രവർത്തനം വൈകിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ല. സർക്കാർ അലംഭാവം തുടർന്നാൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും കുടുംബം വ്യക്തമാക്കി. ജനം, കോഴിക്കോട്.